നോബൽ, ഗുഡ് മോർണിംഗ്. ഞാൻ നേരത്തെ ചോദിച്ചത് അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഡൽഹിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താണ്? ഈ VK സക്സേന പ്രസിഡന്റിന് റിപ്പോർട്ട് കൊടുക്കൂ. വളരെ വേഗമാണ് ദില്ലിയിലെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് ഭരണത്തിലേക്ക് ദില്ലി പോകാനുള്ള സാധ്യതയുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് അരുൺ. ദില്ലിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം VK സക്സേന ലഫ്റ്റനന്റ് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചത് മുഖ്യമന്ത്രി ജയിലിൽ ആകുന്നത് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് ഉടൻ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ, രാഷ്ട്രപതി തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ വിവരങ്ങൾ ഉള്ളത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ നിയമോപദേശത്തിൽ അതായത് നിയമവിദഗ്ധരുടെ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും ഗവർണർ നൽകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP സംസ്ഥാന നേതൃത്വമാകട്ടെ മുഖ്യമന്ത്രി ജയിലിലായത് വലിയ പ്രതിസന്ധിയാണ്. അത്തരത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റണം അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്ന നിലപാടിൽ തന്നെയാണ് ഉള്ളത്. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഇതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. പ്രത്യേകിച്ച് ഇന്നലെ അമിത് പലേക്കർ എന്ന ഗോവ AIP അധ്യക്ഷനെ ഉൾപ്പെടെ ചോദ്യം ചെയ്തിരുന്നു. അവരോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് 2021-22 സാമ്പത്തിക വർഷത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച പണത്തിന്റെ കണക്കും അതോടൊപ്പം കഴിഞ്ഞ 5 വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട 100 കോടി രൂപ സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് മേടിച്ച് ആം ആദ്മി പാർട്ടി ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചു എന്നാണ് ഇക്കാര്യത്തിലെ പ്രധാനപ്പെട്ട EDയുടെ ഒരു കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാനാണ് നീക്കങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഇന്നും ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം പലയിടങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യലാണ്. വീണ്ടും തിങ്കളാഴ്ച വരെ കസ്റ്റഡി കിട്ടിയ കെജ്രിവാളിനെ ED ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും എന്നാണ് നമുക്ക് വിവരങ്ങൾ ഉള്ളത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായുള്ള കസ്റ്റഡിയിലുള്ള ആളുകളുമായി ഒരു വാർത്ത കൂടി നോബൽ ഒന്ന് ശേഖരിക്കണം. ഒരു വാർത്ത വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് നിങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ഒരു വാർത്തയാണ്.